ആ ആലോചനയും മുടങ്ങി. ഇന്ദ്രജിത്തുമായിട്ടുള്ള വിവാഹം നടക്കില്ല. എന്റെ ഈശ്വര, എന്തൊക്കെ പരീക്ഷണങ്ങളാ. പ്രതാപ, ഏത് പ്രശ്നത്തിനും ദൈവമായിട്ട് തന്നെ ഒരു പരിഹാരം കണ്ടിട്ടുണ്ടാവും. ഇത് രണ്ടാമതാണ് ഋതുമോളുടെ കല്യാണം മുടങ്ങുന്നത്. ഇനിയും ആരെങ്കിലും നിശ്ചയിച്ചുറപ്പിച്ച അത് നടക്കുന്ന എത്ര ഉറപ്പ്? ചേച്ചി എന്താ പറയുന്നേ? അവളിങ്ങനെ കല്യാണമാകാതെ ഇവിടെ നിൽക്കണമെന്നാണോ? അല്ല പ്രതാപ, ഞാൻ അങ്ങനെ ചിന്തിക്കൂ? ഞാൻ വളർത്തിയ കുട്ടിയല്ലേ അവള്. പിന്നെ എന്താ ചേച്ചി പറഞ്ഞു വരുന്നത്? ഈ കല്യാണം നടക്കാനുള്ള വഴിയെക്കുറിച്ചാ ഞാൻ പറഞ്ഞു വരുന്നത്. പുറത്തുനിന്ന് ആലോചിക്കുമ്പോഴല്ലേ ഇങ്ങനെ നുണയും കഥയും പറഞ്ഞു മുടക്കുന്നത്. നമുക്കിനി പുറത്തുനിന്ന് ആലോചിക്കണ്ട. കുടുംബത്തിനകത്ത് തന്നെ അവൾക്കൊരു മുറച്ചെറുക്കനുണ്ടല്ലോ, ദീപക്. അവര് തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചാൽ എന്താ? അങ്ങനെ നടന്ന നിനക്കുണ്ടായ ഈ മാനക്കേടിനൊക്കെ പരിഹാരമാകും. നീ ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കണ്ട. ഋതികയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ദീപക് ആകെ മാറും. അവളെ അവനെ മാറ്റിയെടുത്തോളും. ഈശ്വര, ഇവനുമായിട്ടുള്ള ബന്ധത്തിന് അച്ഛൻ സമ്മതിക്കരുത്. പ്രതാപ, ദേ ഭഗവാന്റെ സന്നിധിയാ. ഈ തിരുമുമ്പിൽ വെച്ച് നീ ഒരു തീരുമാനം എടുക്കണം. ഭഗവാന്റെ മുന്നിൽ അത് പറയണം. ചേച്ചി, ക്ഷേത്ര സന്നിധിയിൽ ഭഗവാന്റെ മുന്നിൽ വെച്ച ചേച്ചി ഇത് പറഞ്ഞത്. കല്യാണത്തോടെ ഇവൻ നന്നാകുന്നുള്ള പ്രതീക്ഷ. ശരി, ഞാനിത് സമ്മതിക്കുന്നു.